ഒരു കഥ പറയാം. ഒരു നാട്ടിൽ ശിവ എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അവൻ ഭയങ്കര മടിയനായിരുന്നു. അവന് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവൻ മടി കാരണം ചെയ്യാതിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും എന്നും അവനെ ഉപദേശിക്കുമായിരുന്നു. മോനെ, ഇത് നിനക്ക് പഠിക്കേണ്ട സമയമാണ്. ഈ സമയം നീ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിനക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും. പക്ഷെ അത് അവൻ ചെവിക്കൊണ്ടില്ല. അവൻ പഠിക്കേണ്ട ടൈമിൽ പോലും ഫോണിൽ കളിക്കുകയും TV കാണുകയും ഫ്രണ്ട്സുമായി കറങ്ങാൻ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവന് മനസ്സിലായി അവൻ്റെ കൂട്ടുകാർ അവനെക്കാട്ടിൽ മുന്നിലെത്തുകയും അവന് ജീവിതത്തിൽ ഒരു കാര്യത്തിലും വിജയിക്കാൻ കഴിയാതെ ആയി എന്ന്. അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന സമയം അവനൊരു കാര്യം തീരുമാനിച്ചു. അവൻ്റെ നാട്ടിൽ ഒരു പണ്ഡിതനായ സ്വാമി ഉണ്ടായിരുന്നു. അവൻ സ്വാമിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വാമിയെ കണ്ട് അവൻ അവൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ സ്വാമി അവനോട് പറഞ്ഞു, ശിവ, ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു പാവപ്പെട്ടവനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഭയങ്കര മടിയനായിരുന്നു. ആ കാലത്ത് അവിടെ ഒരു രാജാവും ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുകയും അവരോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അത് അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അങ്ങനെ ആ രാജാവ് വഴിയിൽ വെച്ച് ആ പാവപ്പെട്ടവനെ കണ്ടുമുട്ടി. ആ പാവപ്പെട്ടവനായ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു, പ്രഭു, എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത് ഞാനൊരു മടിയൻ ആണെന്നാണ്. എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവ് ഇല്ല എന്നും അവർ പറയുന്നു. ഞാൻ ജോലി അന്വേഷിച്ചു പോയാൽ ആരും എനിക്ക് ജോലി തരുന്നില്ല. അത് കേട്ട് രാജാവിന് വിഷമം തോന്നി. രാജാവ് അയാളോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നീ എൻ്റെ കൊട്ടാരത്തിൽ വന്നാൽ ആവശ്യമുള്ള എത്ര സ്വർണവും വജ്രവും നിനക്കെടുക്കാം. അത് കേട്ട ആ പാവപ്പെട്ടവൻ ഒരുപാട് സന്തോഷിച്ചു. അവൻ ഓടിച്ചെന്ന് ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യയ്ക്കും വളരെ സന്തോഷമായി. ഇനി തൊട്ട് നമുക്കും പണക്കാരായി ജീവിക്കാമല്ലോ. എങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി സ്വർണവും വജ്രവും എടുത്തിട്ട് വാ. അത് കേട്ട പാവപ്പെട്ടവൻ പറഞ്ഞു, നീ എനിക്ക് കഴിക്കാൻ എടുക്ക്, കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഭാര്യ കഴിക്കാൻ കൊടുത്തു. കഴിച്ച ശേഷം അയാൾ വിചാരിച്ചു, സന്ധ്യ വരെ സമയമുണ്ടല്ലോ, കഴിച്ച ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം കിടക്കാം. അങ്ങനെ അയാൾ കുറച്ചു നേരം കിടന്നു. 2 മണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ അയാൾ ഉണർന്നത്. ചാടി എഴുന്നേറ്റ് അയാൾ സഞ്ചിയും എടുത്ത് ഓടിത്തളർന്ന് ക്ഷീണിച്ചപ്പോൾ അയാൾ വിചാരിച്ചു, ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചു നേരം മരച്ചോട്ടിൽ വിശ്രമിക്കാം. അങ്ങനെ അയാൾ മരച്ചോട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് അയാൾ പിന്നെയും ഉറങ്ങിപ്പോയി. പിന്നെ അയാൾ ഉണർന്നപ്പോഴേക്കും സമയം വളരെ കടന്നുപോയിരുന്നു. അയാൾ ഓടി കൊട്ടാരത്തിൽ ചെന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. രാജകൊട്ടാരത്തിൻ്റെ വാതിലും അടഞ്ഞിരുന്നു. തനിക്ക് കിട്ടിയ സമയം തൻ്റെ മടിയും അലസതയും കാരണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാഞ്ഞതിനെ ഓർത്ത് അയാൾക്ക് കുറ്റബോധം തോന്നി. അങ്ങനെ സ്വാമി ശിവയോട് പറഞ്ഞ കഥ അവസാനിപ്പിച്ചു. ശിവയ്ക്ക് അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലായി. സമയം എത്ര വിലപ്പെട്ടതാണെന്നും അത് പോയാൽ തിരിച്ചു കിട്ടാത്തതുമാണെന്ന് അവന് മനസ്സിലായി. പലർക്കും പല കഴിവുകളാണ്. അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് പഠിക്കാനായിരിക്കും, ചിലർക്ക് വരയ്ക്കാൻ, ചിലർക്ക് സ്പോർട്സിനോടായിരിക്കും. നമുക്ക് എന്ത് കഴിവാണോ അത് മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവരും അവരുടെ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.